ഒരു നിമിഷം അച്യുതൻ, ഇപ്പോൾ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് അദ്ദേഹം ആണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊക്കെ പുറം ലോകത്തെ അറിയിച്ച് അദ്ദേഹം ടെലിഫോണിൽ ചേരുന്നുണ്ട്. നിയമ പോരാട്ടം നടത്തിയത് ഷോൺ ജോർജ് ആണ്. ഷോൺ ജോർജ്, ഇപ്പോൾ ഈ SFIO ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. താങ്കൾക്ക് അതിന്റെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ ശ്രീ ഷോൺ ജോർജ്? ഇന്ന് എന്റെ ആ കേസിൽ ഞാൻ കക്ഷി ചേരാൻ ഞാൻ ഇംപ്ലീഡിംഗ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എനിക്കും അവിടെ എന്റെ അഭിഭാഷകനോട് അപ്പിയർ ചെയ്തിരുന്നു. ഈ കേസിന്റെ അന്വേഷണ റിപ്പോർട്ട് മിനിസ്ട്രിക്ക് മുമ്പിൽ SFIO സമർപ്പിച്ചു എന്നാണ് ഇന്നത്തെ അവിടെ നിന്ന് SFIOയുടെ അഭിഭാഷകരുടെ നിലപാടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഗുരുതരമായ ആരോപണങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ ശരിവെക്കുന്ന രീതിയിലാണ് ഇന്ന് SFIOയുടെ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ശ്രീ ഷോൺ ജോർജ്, ഇപ്പോൾ ഈ എന്ത് സേവനത്തിന് പണം നൽകി ഈ എക്സാലോജിക്കിന് CMR എന്നുള്ളതാണല്ലോ നമ്മുടെ മുൻപിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്ന്. അതിനുള്ളൊരു ഉത്തരം ഈ റിപ്പോർട്ടിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരം താങ്കൾക്ക് കിട്ടിയിട്ടുണ്ടോ? അല്ല, തീർച്ചയായിട്ടും പറഞ്ഞത് ദ പൊളിറ്റിക്കൽ പേഴ്സൺ റിലേറ്റഡ് ടു ദ കമ്പനി, എ പ്രൊമിനന്റ് പൊളിറ്റിക്കൽ പേഴ്സൺ റിലേറ്റഡ് ടു ദ കമ്പനി, വീണ വിജയന്റെ സിംഗിൾ ഓണർഷിപ്പിലുള്ള എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട റിലേറ്റ് ചെയ്ത പ്രൊമിനന്റ് പേഴ്സൺ മുഖ്യമന്ത്രി അല്ലാതെ മറ്റാരാണ്? പിന്നെയുള്ളത് പ്രൊമിനന്റ് പേഴ്സൺ എന്ന് പറയാനുള്ളത് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ റിയാസ് ആണ്. റിയാസ് ഈ കാലഘട്ടത്തിൽ വീണയുടെ ഭർത്താവല്ല. റിയാസ് ആ കാലഘട്ടത്തിൽ വീണയുമായി ഒരു ബന്ധമുള്ള കാലഘട്ടമല്ല. അപ്പോൾ നമുക്ക് അറിയാവുന്ന രണ്ട് പ്രൊമിനന്റ് പേഴ്സണിൽ ഒന്ന് മുഖ്യമന്ത്രിയും ഒന്ന് റിയാസാണ്. അത് അവർ തമ്മിൽ ആരാണ് ഈ കാശ് മേടിച്ചതെന്ന് തീരുമാനിച്ചാൽ മതി. എന്റെ അറിവിൽ അത് മുഖ്യമന്ത്രിയാണ്. കാരണം റിയാസ് ആ കാലഘട്ടത്തിൽ വീണ വിജയന്റെ ആരുമല്ല ആ സമയത്ത്. ശ്രീ ഷോൺ ജോർജ്, അങ്ങനെയെങ്കിൽ അത് പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട ആരോപണമാണല്ലോ. അപ്പോൾ അത് അങ്ങനെ പറയണം, അതോ പേരെടുത്തിന്ന വ്യക്തി എന്ന ഈ റിപ്പോർട്ടിൽ പരാമർശം ഉണ്ടാകില്ലേ ശ്രീ ഷോൺ ജോർജ്? തീർച്ചയായിട്ടും റിപ്പോർട്ടിൽ ഇപ്പൊ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ തന്നെയുള്ള പരാമർശമാണ് പ്രൊമിനന്റ് പേഴ്സൺ എന്നുള്ളത്. SFIOയുടെ അന്വേഷണ റിപ്പോർട്ടിൽ കൂടുതൽ വ്യക്തമായതുണ്ട്. SFIOയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അഭിഭാഷകൻ പറഞ്ഞല്ലാതെ നമുക്കറിയില്ലല്ലോ. അത് മിനിസ്ട്രിക്ക് മുമ്പിൽ സബ്മിറ്റ് ചെയ്ത് മിനിസ്ട്രി ഞാനത് പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കേണ്ട ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മിനിസ്ട്രിയാണ് നടത്തേണ്ടത്. അത് ഇനി ആ കോടതിയുടെ പരാമർശങ്ങൾക്ക് വിധേയമായിട്ടാണോ അല്ലാതെയാണോ മിനിസ്ട്രിക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രത്യേകിച്ച് ഓർഡറുകളൊന്നും ഇതിന്മേൽ എന്തെങ്കിലും സ്റ്റേയോ മറ്റു കാര്യങ്ങൾക്കോ CMRLനോ എക്സാലോജിക്കിനോ അതുപോലെ KSIDCക്കോ ലഭിച്ചിട്ടില്ല. അവർക്ക് പ്രൊസീഡ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല. പക്ഷേ സ്വാഭാവികമായി ഇത്തരത്തിലുള്ള കേസ് നിൽക്കുന്നു. ആ കേസ് വരുന്ന 23-ാം തീയതിക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നു. സ്വാഭാവികമായും 23-ാം തീയതിക്ക് ശേഷമേ അത്തരത്തിലുള്ള നിലപാടിലേക്ക് ഇങ്ങനെ ഒരു കോടതിയിൽ പെൻഡിങ് നിൽക്കുമ്പോൾ ഗവൺമെന്റ് അത്തരത്തിലുള്ള ഡിസിഷൻ എടുക്കാറില്ല. അത് ഒന്നെങ്കിൽ കോടതി ഉത്തരവിന് ശേഷം അല്ലെങ്കിൽ കോടതി ഉത്തരവിനെ സംബന്ധിച്ച് ഒന്ന് പരിഗണിച്ചായിരിക്കാം ഇനി അത്തരത്തിലുള്ള തീരുമാനങ്ങൾ സർക്കാർ എടുക്കുന്നത്. ഷോൺ ജോർജ്, ഇപ്പോൾ നമ്മുടെ മുൻപിൽ ഈ ആരോപണം ഉയരുന്ന സമയത്ത് കോടികളുടെ ഇടപാടെന്ന് മാത്രമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ റിപ്പോർട്ടിന്റെ വിശദാംശം പുറത്തു വരുമ്പോൾ ഈ 184 കോടി രൂപയുടെ ഇടപാട് നടന്നു CMRലും എക്സാലോജിക്കും എന്ന് കൂടി പറയുമ്പോൾ എന്തൊക്കെ മനസ്സിലാക്കണം അഡ്വക്കേറ്റ് ഷോൺ ജോർജ്? ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിന് അപ്പുറത്തേക്ക് SFIO എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഏജൻസിയാണ്. അവരുടെ അന്വേഷണത്തിൽ കൂടുതൽ തുക വന്നു. ഇതൊന്നും അല്ല, ഇതൊക്കെ നമ്മൾ അക്കൗണ്ടിൽ കണ്ടേക്കുന്ന തുകയല്ലേ ഉള്ളൂ. നമ്മൾ അക്കൗണ്ടിൽ കണ്ടേക്കുന്ന തുക എന്ന് പറഞ്ഞാൽ വീണ വിജയന്റെ 1,72,00,000 രൂപയെ നമുക്ക് അക്കൗണ്ടിൽ പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ തോട്ടപ്പള്ളിയിൽ നിന്നും ഈ മേഖലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ കരിമണലിന്റെ മാത്രമായി CMRL ഉണ്ടാക്കിയേക്കുന്ന വരുമാനം എന്റെ കണക്കനുസരിച്ച് 50,000 കോടി രൂപയ്ക്ക് മുകളിലാണ്. ആ 50,000 കോടി രൂപ വരുമാനം ഉണ്ടാക്കുവാൻ 2016 മുതൽ കൂട്ടുനിന്ന വ്യക്തിക്ക് അതിൽ എത്ര ശതമാനം കിട്ടിയെന്ന് മാത്രമേ നമുക്ക് കൺഫ്യൂഷൻ ഉള്ളൂ. പക്ഷേ അത് ഈ 100 കോടിയും 2 കോടിയൊന്നുമല്ല, അത് 10,000-കണക്കിന് കോടി രൂപയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ട്രാൻസാക്ഷൻ മുഴുവൻ നടന്നിട്ടുള്ളത് വിദേശത്ത് നിന്ന് ആണ്. അത് UAE-യിലുള്ള അക്കൗണ്ടിൽ നിന്നും അമേരിക്കയിലുള്ള അക്കൗണ്ടിലേക്ക് പോയിട്ട് അതൊക്കെ സമഗ്രമായി പരിശോധിക്കേണ്ടതാണ്. എത്രമാത്രം അതിനകത്ത് ഇതിനെല്ലാ രേഖകളും ഇതൊക്കെ സംബന്ധിച്ച് നമുക്കറിയാവുന്ന എല്ലാ ഡീറ്റെയിൽസും അന്വേഷണ ഏജൻസിക്ക് രേഖാമൂലം തന്നെ നമ്മൾ കൈമാറിയിട്ടുണ്ട്. അതിനകത്തൊക്കെ എത്രമാത്രം അന്വേഷണം ഏത് തലം വരെ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ SFIOയുടെ പരിധിയിൽ നിന്നുകൊണ്ടാണോ അല്ലെങ്കിൽ ഏതൊക്കെ തലം വരെ ആ അന്വേഷണം പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതൊക്കെ റിപ്പോർട്ട് വന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എങ്ങനെയാണെങ്കിലും ദുബായിലുള്ള അക്കൗണ്ടിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള പണം കൂടുതലും പോയിട്ടുള്ളത് അമേരിക്കൻ അക്കൗണ്ടുകളിലേക്കാണ്. അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, ഇപ്പോൾ ഇത് ഈ അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞോ ഈ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ? അന്വേഷണം ഇനി ഇപ്പോൾ നിലവിലൊരു SFIOയുടെ ഒരു പ്രാഥമിക അന്വേഷണം എന്ന് വേണം പറയാം. ഇനി അതിന്മേൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോസിക്യൂഷൻ അനുമതി, ഇവരെ അറസ്റ്റ് ചെയ്യാൻ ഉൾപ്പെടെയുള്ള അനുമതി ഇനി കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിൽ നിന്ന് മിനിസ്ട്രിയിൽ നിന്ന് ലഭ്യമാകേണ്ടതുണ്ട്. അതാണ് SFIOയുടെ പ്രൊസീജിയർ. SFIOയുടെ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം അതിനൊരു പെർമിഷൻ, അതായത് പ്രോസിക്യൂഷൻ പെർമിഷൻ ഇനി മിനിസ്ട്രിയിൽ നിന്ന് ലഭ്യമാകേണ്ടതുണ്ട്. മിനിസ്ട്രിയിൽ നിന്ന് ലഭ്യമാകുന്ന മുഴയ്ക്ക്
അറസ്റ്റ് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യും, കൂടുതൽ ചോദ്യം ചെയ്യണമെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യാനും ഒക്കെ ഇനി SFIക്ക് അധികാരം ഉണ്ടാവും. ഇപ്പോൾ ഈ ഭീകരപ്രവർത്തനത്തെ അനുകൂലിക്കുന്നവർക്ക് CMRL പണം നൽകിയെന്ന സംശയമുണ്ടെന്നുള്ള പരാമർശമൊക്കെ റിപ്പോർട്ടിൽ വരുമ്പോൾ കൂടുതൽ ഏജൻസികൾ കൂടി ഇതിന്റെ ഭാഗമാകുമെന്ന് കരുതണമോ അഡ്വക്കേറ്റ് ഷോൺ ജോർജ്? തീർച്ചയായിട്ടും SFIയുടെ അന്വേഷണത്തിന് ശേഷം CBIയുടെ എൻട്രി മസ്റ്റാണ് ഈ വിഷയത്തിൽ. കാരണം അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ വീണയുടെ വിഷയം മുഖ്യമന്ത്രിയെ കണക്ട് ചെയ്യുന്ന വിഷയം മാത്രമാണ് ഇവിടെ വരുന്നതെങ്കിൽ അതിനപ്പുറത്തേക്ക് ഇതിന് വ്യാപ്തിയുണ്ട്. ആ വ്യാപ്തിയിൽ ഈ കേരളത്തിന്റെ കരിമണൽ കൊള്ളയടിച്ചതിന്റെ പങ്ക് പറ്റിയ ആളുകളിലേക്ക് ഈ വിഷയം പോകണമെങ്കിൽ ഇനി കൂടുതൽ അന്വേഷണങ്ങൾ ആവശ്യമാണ്. അത് SFIയുടെ അന്വേഷണം ഒരു കോർപ്പറേറ്റ് ലെവലിലുള്ള അന്വേഷണമാണ് നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് കറപ്ഷൻ ലെവലിലേക്ക് പോകണമെങ്കിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണ്. റിപ്പോർട്ട് വന്നതിന് ശേഷം അതിനകത്തുള്ള പരാമർശങ്ങളിൽ നിന്നുകൊണ്ട് വീണ്ടും നിയമപരമായി CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ കേരള ഹൈക്കോടതിയെ സമീപിച്ചു. ശരി, നന്ദി അഡ്വക്കേറ്റ് ഷോൺ ജോർജ്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടം നടത്തുന്ന വ്യക്തിയാണ്, പരാതിക്കാരനാണ്. ഈ ഘട്ടത്തിൽ പ്രതികരണം അറിയിച്ചത്.